ഇന്ത്യയിൽ 4G വന്നു, 5G വന്നു, 6G വന്നു. അമേരിക്കൻ ട്രംപും പക്ഷേ 3G ആയി. സമൂഹ മാധ്യമത്തിൽ കണ്ടൊരു കമന്റാണ്. ശരിയാണ്, അമേരിക്കൻ ട്രംപ് ഇപ്പോൾ ശരിക്കും 3G ആയിട്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളോട് ബഹുമാനം കാണിക്കുന്ന, വിശ്വാസം പുലർത്തുന്ന, ഒരിക്കലും ആരെയും ദ്രോഹിക്കാൻ മെനക്കെടാത്ത വളരെ മാന്യമായ ലോകരാജ്യങ്ങളിലൊന്നാണ്. നമ്മളെ രാജ്യം ആരെയും അങ്ങോട്ട് പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കില്ല, പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കില്ല, ആരെയും അങ്ങോട്ട് പോയിട്ട് ഉപദ്രവിക്കില്ല. നമ്മളെക്കാൾ വളരെ ചെറിയ രാജ്യങ്ങൾ ഈ സിംഹത്തിന്റെ മുന്നിൽ പോയിട്ട് നായക്കുട്ടികൾ വലിയ രീതിയിൽ കുരച്ച് ബഹളം വയ്ക്കുമ്പോൾ ചില സമയത്ത് സിംഹം മൈൻഡ് ചെയ്യാതിരിക്കും. കാരണം ഇത് എൻ്റെ ഇരയല്ല, പൊയ്ക്കോ എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മളെക്കാൾ ചെറിയ രാജ്യങ്ങൾ നമ്മുടെ മുമ്പിൽ കിടന്ന അഭ്യാസം കാണിച്ചാൽ പോലും ഇന്ത്യ തൊട്ട് നോവിക്കാൻ പോലും മെനക്കെടാറ് പോലുമില്ല. ഉദാഹരണത്തിന് നേപ്പാൾ. എന്നാ ചൊറിച്ചിലാന്നറിയോ നേപ്പാളിന്. എന്നിട്ട് ഇന്ത്യ എന്തെങ്കിലും നേപ്പാളിന് ഇതുവരെ പറയുകയോ ചെയ്യോ ചെയ്തോ? ഇല്ല. ഇന്ത്യ അവരെ വഴിക്ക് വിടും, എന്തെങ്കിലും കാട്ടിപ്പോട്ടെ എന്ന് കരുതിയിട്ട്. മാലിദ്വീപ്. ഇന്ത്യ അവരെന്തെങ്കിലും ഇന്ത്യയോട് കാണിച്ച ഒരു അഗ്രസീവ് ബിഹേവിയർ നമുക്കറിയാം. ഇന്ത്യയുടെ സ്ഥാനത്ത് അമേരിക്കയും മോദിയുടെ സ്ഥാനത്ത് ട്രംപും ആയിരുന്നെങ്കിൽ മുഹമ്മദ് മൊയ്സു അമേരിക്കയിലെ ഏതെങ്കിലും ജയിലിൽ കിടന്ന് ഉണ്ട തിന്നെയായിരിക്കും ഇപ്പോൾ, ആ വെനസ്വേലൻ പ്രസിഡന്റിന് പറ്റിയതുപോലെ. ഇന്ത്യക്കും വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു, മോദിക്കും ചെയ്യാമായിരുന്നു. രായ്ക്ക് രാമാനം നമുക്ക് മാലിദ്വീപിനെതിരെ പലതും ചെയ്യാൻ പറ്റും. ബംഗ്ലാദേശ്, നമുക്ക് എന്താണ് പറ്റാത്തത്? ഈ പറയുന്ന ശ്രീലങ്ക, ഏത് രാജ്യം നമ്മളോട് വളരെ പരുഷമായി പെരുമാറിയാലും നമ്മൾ അതിനെ ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇന്ത്യ വളരെ ജനാധിപത്യപരമായിട്ട് വളരെ മാന്യമായിട്ട് അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ പാലിക്കുന്ന രാജ്യമാണ്. പക്ഷെ അമേരിക്ക നമ്മളോട് ചെയ്തത് നമ്മൾ മറക്കില്ല. ഇപ്പൊ മാർക്കോ റൂബിയോ ഇന്ത്യയിൽ വന്നിട്ട് തെക്കോട്ടും വടക്കോട്ടും ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാതെ നടന്നിട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ്. ഇന്ത്യ അമേരിക്ക റിലേഷൻ എത്ര നല്ല രീതിയിൽ മികച്ച നിലയിലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ് ട്രംപ് അധികാരത്തിലെത്തിയതിനെ കണ്ടത്. ബൈഡൻ മാറി ട്രംപ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഇന്ത്യക്കാർ പോലും ഉണ്ടായിരുന്നു. അതിന്റെ കാരണം ട്രംപിന്റെ ഫസ്റ്റ് ടേമിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ മികച്ചൊരു റിലേഷൻ ഉണ്ടായിരുന്നു. ട്രംപ് വീണ്ടും വന്നാൽ ഇന്ത്യ അമേരിക്ക റിലേഷൻ കൂടുതൽ മെച്ചപ്പെടുകയും മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അധികാരത്തിൽ കയറിയതിനു ശേഷം ശരിക്കും ട്രംപ് അദ്ദേഹത്തെ വിശ്വസിച്ചവരെ ചതിച്ചു എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന് ഡബിൾ ഡാഡി സിൻഡ്രോം ഉണ്ടെന്ന കാര്യം നമുക്ക് അറിയില്ലായിരുന്നു. നിൽക്കണ നിലയ്ക്ക് നിലപാടുകൾ മാറ്റി പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ പോലും ശത്രുക്കളാക്കിക്കൊണ്ട് അദ്ദേഹത്തെ എടുത്ത തീരുമാനങ്ങൾ ഇന്ത്യ അമേരിക്ക റിലേഷനെ വളരെ വളരെ മോശമായി ബാധിച്ചിരിക്കുകയാണ്. ഇന്ത്യ അമേരിക്കയെ പഴയതുപോലെ വളരെ സൗഹാർദ്ദപരമായിട്ട് സ്വീകരിക്കുന്നില്ല. മാർക്കോ റൂബിയോയുടെ വരവും സ്വീകരണവും കണ്ടാൽ തന്നെ അറിയാം, മൂപ്പരുടെ മുഖത്ത് കടന്നൽ കുത്തിയതുപോലെയാണ്. കാരണം മൂപ്പര് പ്രതീക്ഷിച്ച രീതിയിലുള്ള സ്വീകരണമോ അല്ലെങ്കിൽ മൂപ്പര് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഇളവുകളോ പ്രതികരണങ്ങളോ കിട്ടിയിട്ടില്ല ഇന്ത്യയുടെ ഭാഗത്തുനിന്ന്. കാരണം എന്താണ് ഇന്ത്യയോട് അമേരിക്ക ചെയ്തത്? ലോകത്തെ ഏറ്റവും കൂടുതൽ താരിഫ് ചുമത്തപ്പെട്ട രാജ്യമായിട്ട് ഒരു ഘട്ടത്തിൽ അവർ ഇന്ത്യ മാറ്റി. 25% താരിഫ്, 25% പെനാൽറ്റി പോലെ റഷ്യൻ എണ്ണ വാങ്ങുന്നതുകൊണ്ട്. അങ്ങനെ 50% താരിഫ് ഇന്ത്യയുടെ മേൽ ചുമത്തി. അത് മാത്രമോ, എന്തെല്ലാം ഡയലോഗുകളാണ് ഈ ട്രംപ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത്. ഡെഡ് എക്കണോമിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹെല്ലെന്ന് വിളിച്ചു ഇന്ത്യയും ചൈനയും. എന്തുമാത്രം കാര്യങ്ങൾ. അമേരിക്കയിലെ ട്രംപ് അനുകൂലികളായിട്ടുള്ള വർണ്ണവെറിയന്മാര് ഇന്ത്യയും ഇന്ത്യക്കാരെയും പരിഹസിച്ച് പോസ്റ്റുകളും കമന്റുകളും ഇട്ടപ്പോൾ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇന്ത്യ അമേരിക്ക റിലേഷനെ ബാധിക്കാനിടയുള്ള ഒരു പ്രവൃത്തി അമേരിക്കയിൽ നിന്നുണ്ടായപ്പോൾ അങ്ങനെ ചെയ്യരുത്, ഇന്ത്യ നമ്മുടെ ഒരു സുഹൃത്താണ് എന്ന് പറയാൻ മെനക്കെടാത്ത, അത്ര പോലും ഒരു സാമാന്യ ബോധമില്ലാത്ത വെറും ഒരു പൊട്ടറ്റോയാണ് ഇന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്. അയാൾ പറഞ്ഞു വിട്ട മാർക്കോ റൂബിയോയെ പിന്നെ എന്തിന് ഇന്ത്യ ഒരു പരിധി വിട്ട് സ്വീകരിക്കണം എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഒരു മിടുക്കനായ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു ഇന്ത്യക്കാർക്കെതിരായിട്ട് നടക്കുന്ന റേസിസത്തെ കുറിച്ച്, കമന്റ്സിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞത് നിങ്ങളുടെ രാജ്യത്തും ഞങ്ങളുടെ രാജ്യത്തും അങ്ങനെ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള കുറെ ആളുകൾ ഉണ്ടാവും എന്ന്. അതായത് അയാൾ പറഞ്ഞത് ഈ ഇങ്ങനെ ഇന്ത്യക്കാരെ കുറിച്ച് മോശമായിട്ട് പറയുന്നത് അമേരിക്കയിലെ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് ഇന്ത്യയിലും ഉണ്ടാവും അങ്ങനത്തെ കുറെ ആൾക്കാർ. അമേരിക്ക എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന കൺട്രി ആണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിച്ചു. പക്ഷേ ഇന്ത്യക്കാരെ ഇങ്ങനെ വർണ്ണപരമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്കാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ കമന്റുകളോ പോസ്റ്റുകളോ പങ്കിടുകയോ ഷെയർ ചെയ്യുകയോ ചെയ്തവരുടെ കൂട്ടത്തിൽ പ്രസിഡന്റ് ട്രംപും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റുപ്പിഡ് എന്ന് വിളിച്ചവരുടെ കൂട്ടത്തിൽ ട്രംപും പെടുമോ എന്ന ചോദ്യം വാർത്താ മാധ്യമങ്ങളിൽ അടക്കം വന്നിരിക്കുകയാണ്.
ഇന്ത്യയുടെ മാധ്യമപ്രവർത്തകന്റെ ചോദ്യവും സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കോ റൂബിയോയുടെ പ്രതികരണവും ചൈനീസ് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും അടക്കം വൈറലാണ്. ഇന്ത്യയും ചൈനയും ഹെൽ എന്ന് വിളിച്ച ട്രംപിനെ ഈ വിധത്തിൽ അമേരിക്കയെ ചൊറിഞ്ഞ ഇന്ത്യൻ മാധ്യമപ്രവർത്തകന് അഭിനന്ദന പ്രവാഹമാണ്. ശരിക്കും ഈ തരത്തിൽ ഇന്ത്യ അമേരിക്ക റിലേഷൻ ഇത്രയും മോശമാക്കിയത് ട്രംപിന്റെ ധാർഷ്ട്യവും അഹങ്കാരവുമാണ്. അയാളും അയാളുടെ ഗവൺമെന്റും ഇന്ത്യയെ വില കുറച്ചു കണ്ടു. പാകിസ്ഥാന് കൂടെ നിർത്തിക്കൊണ്ട് അങ്ങ് മല മറിക്കാന്ന് വിചാരിച്ചു. ചൈന കൂടെ നിൽക്കുമെന്ന് കരുതി. ശരിക്കും അയാൾ ഇന്ത്യയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇന്നിപ്പോ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ അങ്ങ് പുതുക്കി അങ്ങ് മല മറിച്ച് കളയാമെന്ന് പറഞ്ഞ് ഓടി വന്നു. എന്നിട്ട് മോദിയെ പോയിട്ട് 4 ഡയലോഗ് പറഞ്ഞാലോ, മോദിയുടെ ഫാനാണെന്ന് പറഞ്ഞാലോ, ഇന്ത്യക്ക് എന്ത് സഹായത്തിന് ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലോ ഇന്ത്യക്കാരങ്ങ് അലിഞ്ഞു വീഴുമെന്ന് വിചാരിച്ചു. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇന്ത്യക്കാരുടെ ദേശീയ ബോധം ഒരു ശരാശരി അമേരിക്കക്കാരനേക്കാൾ വളരെ ഉയർന്നതാണ്. ഇന്ത്യക്കാരുടെ പൊളിറ്റിക്കൽ നോളജ് ഒരു ശരാശരി അമേരിക്കൻ സായിപ്പിനേക്കാൾ വളരെ മികച്ചതാണ്. ഇന്ത്യക്കാരുടെ ക്ഷമയും ആഗോള വിഷയങ്ങളിലുള്ള അവരുടെ നിലപാടുകളും കൃത്യതയുള്ളതാണ്, വളരെയധികം ജനാധിപത്യപരമായിട്ടുള്ളതുമാണ്. അതുകൊണ്ട് അമേരിക്കക്കാരന്റെ കെണിയിൽ വീഴുന്ന കാലമൊക്കെ കഴിഞ്ഞു. സായിപ്പിനെ കാണുമ്പോൾ എല്ലാം മറന്നു പോകുന്ന കാലവും കഴിഞ്ഞു. ഡോളർ കാണുമ്പോൾ കണ്ണ് മഞ്ഞളിച്ച് കമഴ്ന്നു വീഴുന്ന രാഷ്ട്രീയക്കാരല്ല ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ഉറച്ച നിലപാടുകളും ലക്ഷ്യങ്ങളും ഉള്ളവരാണ്. 30 വർഷം കൊണ്ട് ഇന്ത്യയെ ലോകശക്തി ആക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കഴിഞ്ഞ ദിവസം കൂടെ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. അടുത്ത 25-30 വർഷത്തിനുള്ളിൽ ആയുധ വ്യാപാര ശക്തികളിൽ ഒന്നാമതെത്തുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതായത് ഇന്ത്യക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഇന്ത്യക്കൊരു പദ്ധതിയുണ്ട്, ഇന്ത്യക്കൊരു പ്ലാനിംഗ് ഉണ്ട്. ഓരോ ഘട്ടങ്ങളിലും ഇന്ത്യ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും കൃത്യമായ ലക്ഷ്യത്തോടെയാണ്. അല്ലാതെ ഏതെങ്കിലും വഴി പോയി എന്തെങ്കിലും ആയി തീരാം എന്നുള്ള ഒരു ശൈലിയിലല്ല ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ ഗവൺമെന്റിന് ഒരു വിഷൻ ഉണ്ട്. വിഷൻ 2047 അതിന്റെ ഒരു ഘട്ടം മാത്രമാണ്. അപ്പൊ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ കെണിയിൽ വീഴാൻ ഇന്ത്യയെ കിട്ടില്ല. ഇന്ത്യയുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള സൗഹൃദങ്ങൾക്കും പങ്കാളിത്തത്തിനും മാത്രമേ ഇന്ത്യയെ കിട്ടുകയുള്ളൂ. അല്ലാതെ ഇന്ത്യക്കാരെ അങ്ങ് 4 ഡയലോഗ് അടിച്ച് കയ്യിലെടുത്ത് കളയാം, എന്നിട്ട് തോന്നുമ്പോൾ ഇന്ത്യ എന്തും പറഞ്ഞു കളയാമെന്നുള്ള ട്രംപിന്റെ തന്ത്രങ്ങൾക്കും കുതന്ത്രങ്ങൾക്കുമാണ് തിരിച്ചടിയേറ്റിരിക്കുന്നത്. ട്രംപ് വിചാരിച്ചത് ഇന്ത്യയെ കുറെ 10 എണ്ണം പറഞ്ഞിട്ട് മോദിയെ പോയിട്ട് 4 ഡയലോഗും പറഞ്ഞ് മാർക്കോ റൂബിയോ വന്ന് ഇന്ത്യ ചങ്കാണ് എന്ന് പറഞ്ഞ് 4 ഡയലോഗ് അടിക്കുമ്പോൾ ഇന്ത്യക്കാർ വീണ്ടും അങ്ങ് ഫ്ലാറ്റ് ആവുമെന്നാണ്. അങ്ങനെയുള്ളവരെ അവർ ഇതുവരെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇന്ത്യ ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണകൂടം മാത്രമല്ല, ഈ രാജ്യത്തെ ജനങ്ങളുടെ രാജ്യത്തോടുള്ള വിശ്വാസം, രാജ്യത്തെക്കുറിച്ചുള്ള വിഷൻ, ദേശീയ ബോധം അത് എക്കാലത്തെയും ഏറ്റവും ഉയർന്ന നിലയിലാണ്. ഇന്നത്തെ ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന ദേശീയ ബോധമുള്ളൊരു സമൂഹമാണ് ഇന്ന്. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും ഉയർന്ന ദേശീയ ബോധവും കാഴ്ചപ്പാടുമുള്ള ഒരു സമൂഹമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അതിനകത്ത് സോ കോൾഡ് ജെൻസികളാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അതുകൊണ്ട് ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്നും ഈ രാജ്യം ഒരു ശക്തമായ രാജ്യമാകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്നും ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. ആ കൂട്ടത്തിൽ ഇളിച്ചു കൊണ്ടുവരുന്ന സായിപ്പുമുണ്ട് എന്നും ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് എന്തായാലും അമേരിക്കയോട് പിണങ്ങാനോ അമേരിക്കയുമായിട്ടുള്ള ബന്ധം വഷളാക്കാനോ ഒന്നും പോകുന്നില്ല. പക്ഷെ ഗവൺമെന്റിന് നന്നായിട്ട് അറിയാം നമ്മളെടുത്ത് കഴുത്തിലിടുന്നത് മൂർഖം പാമ്പിനെയാണ്. ഒരു കണ്ണ് നേരെ അതിനു നേരെ എപ്പോഴും വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും തോളിലിരുന്ന് നമ്മളെ തന്നെ കടിക്കും എന്ന ബോധ്യത്തിലായിരിക്കും ഇന്ത്യ എന്തായാലും ഈ സാധനത്തിന് എടുത്ത് വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഇന്ത്യ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ പൂർണ്ണമായി വിജയിക്കില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ അമേരിക്ക റിലേഷൻ കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത വിധം അകന്നിട്ടുണ്ട്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.